മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. അങ്ങനെ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് എവിടേക്ക് പോകുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്? പേരിന് പിക്നിക്കാണ്, പക്ഷെ ഞങ്ങൾ പോകുന്നത് നല്ലോണം കഴിക്കാൻ. മലയാളി അസോസിയേഷൻ ഓഫ് നോർത്തേൺ കാലിഫോർണിയ ഇവർ എല്ലാ വർഷവും പിക്നിക് നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിൽ പോയത് കൊണ്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഞങ്ങൾ മിസ് ചെയ്തില്ല. വീട്ടിൽ ഇനി എത്ര വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയാലും ഈ പുറത്ത് പോയി നമ്മളെ നാടൻ വെറൈറ്റി ഫുഡ് കഴിക്കുന്നതിന്റെ ഫീൽ വേറെ തന്നെയാണ്. ഈ പ്രോഗ്രാമിന് പോകാനുള്ള മെയിൻ കാരണം അതാണ്. നമ്മളെ നാട്ടിലത്തെ നാടൻ കപ്പയും ചമ്മന്തിയും തട്ടുദോശ, ഓംലെറ്റ് ഇതെല്ലാം കിട്ടും. പിന്നെ നമ്മളെ സ്വന്തം നാടൻ ആൾക്കാരെയും കാണാം. പോയ ഉടനെ തന്നെ ഞാൻ എൻ്റെ പരിപാടി നോക്കി അവിടെ എല്ലാ സാധനവും ടേസ്റ്റ് ചെയ്യാൻ. നല്ല ചൂടോടെ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ട്, സ്വീറ്റ് കോൺ ഗ്രില്ല് ചെയ്യുന്നുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് ദോശ ഉണ്ടാക്കുന്നുണ്ട്, ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നല്ല തകൃതി കുക്കിംഗ്. ഞങ്ങളും സൈഡ് കൂടെ മെല്ലെ കഴിച്ചുകൊണ്ട് വരുന്നുണ്ട്. വെയിലത്ത് നല്ല ചുട്ടു വഴുത്തിരിക്കുമ്പോഴാണ് ഒരു ഐസ്ക്രീം ചേട്ടൻ വന്നത്. ഐസ്ക്രീം വാങ്ങിച്ചു, ഫ്ലോപ്പ് ആവുന്ന വിചാരിച്ച, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. നമ്മളെ നാട്ടിലൊക്കെ സൈക്കിളിൽ കൊണ്ടുവരില്ലേ, അതേപോലെയാണ് ഇതാ ഇവർ ഇതിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ അതും കഴിച്ച് ചെറിയൊരു വാക്കിന് പോയി. ഇത് കണ്ടില്ല, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ പാർക്ക് കാണാൻ. ഇതിപ്പോൾ വൈകുന്നേരമായി. അങ്ങനെ ഈ ബോണ്ടിങ് കൂടി റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിൽ പോകാനുള്ള സമയമായി. കാത്തിരുന്ന് അങ്ങനെ ഈ ബോണ്ടിങ് റെഡിയായി. അതും കഴിച്ച് ഈ ചുട്ട വെയിലത്ത് നിന്ന് ഞങ്ങൾ നേരെ കാറിലേക്ക്.